ലഹരി കേസിൽ പ്രതിയായ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടി തീരുമാനിക്കാൻ ഫിലിം ചേംബർ യോഗം ഇന്ന് ചേരും. ലൊക്കേഷനിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായെന്ന നടി വിൻസി അലോഷ്യസ് പരാതിപ്പെട്ട സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര സമിതിയും ഇന്ന് ചേരുന്നുണ്ട്. ഷൈൻ നൽകിയ മൊഴി അന്വേഷണ സംഘം ഇന്ന് വിശദമായി പരിശോധിക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, ഇന്ന് പ്രധാനമായിട്ടും ഫിലിം ചേംബറിന്റെ യോഗം ചേരുകയാണ്. ഷൈനൊരു വിലക്ക്, അതിലേക്കുള്ള അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു നടപടി ഉണ്ടാകുമോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ഉണ്ടാവുക? വിൻസി അലോഷ്യസ് ഉന്നയിച്ച പരാതിയാണെന്ന് സൂത്രവാക്യ സിനിമയുടെ ആഭ്യന്തര സമിതി പരിഗണിക്കുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായെന്നുള്ളതാണ് വിൻസിയുടെ തുറന്നു പറച്ചിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയാണ് ആഭ്യന്തര സമിതി പരിശോധിക്കുന്നത്. ഈ സമിതിയുടെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. രാവിലെയാണ് ഈ യോഗം ചേരുന്നത്. ഈ സമിതി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഉണ്ടാവുക. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ വിൻസി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് ആഭ്യന്തര സമിതി വിലയിരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്ന് അനുയോജ്യമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ വിലക്ക് വരെ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ ആഭ്യന്തര സമിതിയുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. എന്തായാലും വിൻസി നിലവിൽ ഇതുവരെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ആഭ്യന്തര സമിതിക്ക് മുൻപാകെ വരുമ്പോൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അരുൺ. പക്ഷേ വിൻസി പല പ്രധാനമായ മൊഴികളാണ് നൽകിയിട്ടുള്ളത്. ഈ നടൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നോട് മോശമായി പെരുമാറി എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അവഗണിക്കാൻ സമിതിക്ക് കഴിയില്ല എന്നത് ഉറപ്പാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഷൈൻ്റെ സ്ഥിരീകരണം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, അതൊക്കെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഷൈൻ്റെ പക്ഷം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി എടുത്തിട്ടായിരിക്കും സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും സമിതി രണ്ടുപേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരാതിക്കാരെ വിൻസി അലോഷ്യസിനോടും അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായ ഷൈൻ ടോം ചാക്കോയോടും സമിതിക്ക് മുൻപാകെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിൻസി കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകുമെന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. പക്ഷേ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ഇന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ അന്വേഷണ സംഘം ഇന്ന് ഹാജരാകേണ്ടതില്ല എന്ന് ഷൈനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഷൈൻ ആഭ്യന്തര സമിതിക്ക് മുമ്പാകെ ഹാജരാകുമോ എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ സമിതിക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാം. കാരണം രണ്ട് പക്ഷവും കേട്ടുകൊണ്ട് സമിതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം സമിതി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് സമിതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ മറുഭാഗം കൂടെ കേൾക്കേണ്ടി വരും. ഷൈൻ അതിൽ നിന്ന് നിസ്സഹകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് സമിതിയുടെ യോഗം മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഷൈൻ ടോം ചാക്കോയുമായി സംസാരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും ഇന്നത്തെ ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന ഈ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ എടുക്കുക. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് സിനിമാ സംഘടനയിലെ 7 സംഘടനകളുടെ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതിൽ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികളുണ്ട്. അമ്മയിൽ നിന്ന് 3 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതുവരെ അമ്മ അറിയിച്ചിരിക്കുന്നത് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2 മോണിറ്ററിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ അമ്മയുടെ പ്രതികൾ ആരും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഘടനകളും അറിഞ്ഞുകൊണ്ടായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ഈ ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റി പോവുക. അതിൻ്റെ അടിസ്ഥാനം എന്തായാലും ഈ ആഭ്യന്തര സമിതിയായിരിക്കും. ആഭ്യന്തര സമിതി ഇതിൽ വ്യത്യസ്തമായൊരു നിലപാട് അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പമല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അത് വിശദമായി തന്നെ ചർച്ചയുണ്ടാകും. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. എന്തായാലും ആദ്യം ഈ 2 പേരെയും ഇരു ഭാഗങ്ങളും കേൾക്കുക എന്നുള്ളതാണ് ആഭ്യന്തര സമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പരാതിക്കാർ വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ആരോപണ വിധേയനായ ഷൈൻ ടോം ചാക്കോ ഇന്ന് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ സമിതിക്ക് ഒരു തീരുമാനത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയും. തീർച്ചയായും അരുൺ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം ലഭിച്ചത് ഈ നോട്ടീസ് നൽകിക്കൊണ്ട് തന്നെയായിരുന്നു. അടുത്ത ദിവസം തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അന്വേഷണ സംഘം എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും?
ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ലഹരി ഉപയോഗത്തിനുള്ളതാണ്. അപ്പോൾ അത് ആ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനമായിട്ടും ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷൈൻ ടോം ചാക്കോയുടെ ശരീര ശ്രമം ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലം ഇക്കാര്യത്തിൽ നിർണായകമാകും. അതോടൊപ്പം തന്നെയാണ് ഈ ലഹരി സംഘങ്ങളുമായിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള വിവരം ഇയാൾ പല ലഹരി ഇടപാടുകാരുമായിട്ടും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാകണം, പണം കൈമാറിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ള തെളിവുകൾ പോലീസിൽ ശേഖരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ നിലവിൽ ചുമത്തിയിട്ടുള്ള കേസിൽ ഒന്ന് ലഹരി ഉപയോഗിച്ചതിനാണ്. അപ്പോൾ ആ കേസ് നിലനിൽക്കണമെങ്കിൽ ഈ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് കൊണ്ട് മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം വീണ്ടും ഒരു നാണക്കെട്ടിലേക്ക് പോലീസിനെ കൊണ്ടുചെന്നെത്തിക്കാം. കാരണം ഈ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് പോലീസിൻ്റെ വീഴ്ച കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ വീണ്ടും ഷൈൻ ടോം ചാക്കോയെ പ്രതിയാക്കിയ ഒരു കേസ് ദുർബലപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് പോലീസിന് വീണ്ടും നാണക്കേടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് കമ്മീഷണർ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ആ യോഗത്തിൽ എല്ലാ ഭാഗങ്ങളും വിലയിരുത്തിക്കൊണ്ട് ശരി അരുൺ, എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട് അന്വേഷണ സംഘം. ആ യോഗത്തിൽ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യും. അതിനുശേഷമായിരിക്കും ഇനി എപ്പോഴാണ് ഷൈനെ വിളിപ്പിക്കേണ്ടത്, ചോദ്യം ചെയ്യൽ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകും.